ഫെബ്രുവരി 1 ഞായറാഴ്ച തന്നെയാണ് ലോക്സഭയിൽ പതിവ് പോലെ 2026-27 ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് തയ്യാറാക്കുന്നത് മുതൽ അവതരിപ്പിച്ച് പാസാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവധി ദിനം കണക്കാക്കാതെ ഇത്തവണയും ഫെബ്രുവരി 1 തന്നെയാണ് ലോക്സഭയിൽ രാവിലെ 11 ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് തയ്യാറാക്കുന്നത് മുതൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കുന്നതുവരെയുള്ള ദീർഘമായ നടപടിക്രമങ്ങളാണുള്ളത്. മാസങ്ങളോളം നീളുന്ന രഹസ്യ സ്വഭാവവും ഭരണഘടനാപരമായ നടപടികളും ഉൾക്കൊള്ളുന്ന സങ്കീർണമായ പ്രക്രിയയാണ് ഓരോ ബജറ്റും. ധനമന്ത്രാലയം 2025 സെപ്റ്റംബറിൽ ന്യൂഡൽഹി സെൻട്രൽ വിസ്ത സമുച്ചയത്തിലെ കർത്തവ്യ ഭവനിലേക്ക് മാറിയിരുന്നു. എന്നാൽ അവിടുത്തെ സുരക്ഷിത അച്ചടി സംവിധാനം ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാത്തതിനാൽ ഇത്തവണത്തെ ബജറ്റിന്റെയും അനുബന്ധ രേഖകളുടെയും അച്ചടി റെയ്സിന ഹിൽസിലുള്ള നോർത്ത് ബ്ലോക്കിലെ സർക്കാർ പ്രസിലാണ് നടക്കുന്നത്. ഇതായിരുന്നു ധനമന്ത്രാലയത്തിന്റെ പഴയ ആസ്ഥാനം. പലതവണ ബജറ്റ് അച്ചടിയുടെ പ്രോട്ടോകോൾ മാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് രാഷ്ട്രപതി ഭവനിലാണ് ബജറ്റ് രേഖകൾ അച്ചടിച്ചിരുന്നത്. എന്നാൽ ഒരു ചോർച്ചയുണ്ടായതോടെ 1950 മിന്റോ റോഡിലെ പ്രസിലേക്ക് അച്ചടി മാറ്റി. 1980 കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനായി ബജറ്റ് അച്ചടി നോർത്ത് ബ്ലോക്കിലേക്ക് മാറ്റി. അതിനുശേഷം ഭരണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബജറ്റ് അച്ചടിയുടെ കേന്ദ്രമായി നോർത്ത് ബ്ലോക്ക് തുടരുകയാണ്. ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏറ്റവും വ്യത്യസ്തമായ ഘട്ടമാണ് ലോക്കിൻ അഥവാ ക്വാറന്റൈൻ. അച്ചടി ആരംഭിച്ചാൽ പ്രസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രസ് പരിസരത്തിനുള്ളിൽ തന്നെ താമസിക്കണമെന്നാണ് നിയമം. ഫോൺ, ഇന്റർനെറ്റ് ഉൾപ്പെടെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും പൂർണ്ണമായി നിരോധിക്കും. കോവിഡിന് മുൻപ് ഇത് 10 മുതൽ 12 ദിവസം വരെ നീണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ചടി പകർപ്പുകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇതൊരാഴ്ചയ്ക്കും താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. ഈ ലോക്കിൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഹൽവ വിതരണ ചടങ്ങ് പരമ്പരാഗതമായി നടത്തിപ്പോരുന്നുണ്ട്. ബജറ്റ് പ്രസിൽ വെച്ച് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഹൽവ നൽകിക്കൊണ്ടാണ് ബജറ്റിന്റെ അവസാന ഘട്ടം ഔപചാരികമായി ആരംഭിക്കുന്നത്. ധനമന്ത്രി പ്രസ് സന്ദർശിക്കുകയും ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. 2026-27 ബജറ്റിനുള്ള ഹൽവ ചടങ്ങ് അടുത്തയാഴ്ച നടക്കുമെന്നാണ് നിഗമനം. 2021 മുതൽ ബജറ്റ് അച്ചടിയുടെ തോത് കുറയുകയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ടാബ്ലറ്റ് ഉപയോഗിച്ച് ബജറ്റ് അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അന്നു മുതൽ ബജറ്റ് രേഖകൾ എല്ലാവർക്കും ഡിജിറ്റലായാണ് ലഭ്യമാകുന്നത്. മൊബൈൽ ആപ്പിലൂടെ വാർഷിക ധനകാര്യ പ്രസ്താവന, ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ്, ഫിനാൻസ് ബിൽ അടക്കം 14 പ്രധാന രേഖകൾ ലഭ്യമാണ്. എന്നിരുന്നാലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആർക്കൈവ് ആവശ്യങ്ങൾക്കുമായി 100 കണക്കിന് ഹാർഡ് കോപ്പികൾ ഇപ്പോഴും അച്ചടിക്കുന്നുണ്ട്. ബജറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് വിപുലമായ ആലോചനകൾ നടക്കാറുണ്ട്. 2025 ഡിസംബർ 30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ പ്രീ ബജറ്റ് യോഗത്തിൽ ധനമന്ത്രി, നീതി ആയോഗ് ഉപാധ്യക്ഷൻ, പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ എന്നിവർ പങ്കെടുത്തിരുന്നു. ഇതിൽ ബജറ്റിന്റെ മുൻഗണനകളും സാമ്പത്തിക ദിശകളും ചർച്ചയായി. പിന്നാലെ ജനുവരി 10 സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ധനമന്ത്രി ചർച്ച നടത്തുകയും mygov.in വഴി 2025 ഡിസംബർ 17 മുതൽ 2026 ജനുവരി 16 വരെ ബജറ്റ് നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 28 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ബജറ്റ് അവതരണത്തിന് ഒരു ദിവസം മുൻപോ അന്നുതന്നെയോ സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണ ഇത് ജനുവരി 29 നടക്കുന്നത്. ചീഫ് ഇക്കണോമിക് അഡ്വൈസർ തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ട് വളർച്ച, പണപ്പെരുപ്പം, ധനകാര്യനില, ആഗോള അപകട സാധ്യതകൾ എന്നിവ വിലയിരുത്തും. തുടർന്ന് ഫെബ്രുവരി 1 ലോക്സഭയിൽ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പാർലമെന്റിൽ പൊതുചർച്ച നടക്കും. സമഗ്ര സാമ്പത്തിക നയവും ധനകാര്യ തന്ത്രവും മാത്രമാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാവുക. പുതിയ സാമ്പത്തിക വർഷത്തിന് മുൻപ് ബജറ്റ് പാസ്സാക്കാനാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ സർക്കാർ വോട്ട് ഓൺ അക്കൗണ്ട് തേടും. പൊതുചർച്ചയ്ക്ക് ശേഷം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കുന്നത്. മാർച്ച് 9 ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കും. പാർലമെന്റ് വീണ്ടും ചേരുമ്പോൾ ലോക്സഭ ധനാഭ്യർത്ഥനയിൽ വോട്ടെടുപ്പ് നടത്തും. അവസാന ദിവസം ചർച്ച ചെയ്യാത്ത വകുപ്പുകളുടെ ആവശ്യങ്ങൾ ഒരുമിച്ച് വോട്ടിനിടുന്നതിനെയാണ് ഗില്ലറ്റിൻ പ്രക്രിയ എന്ന് പറയുന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥന പാസ്സായതിനു ശേഷം അവയെല്ലാം ചേർത്ത് ധനവിനിയോഗ ബിൽ അവതരിപ്പിക്കും. ഇതോടെ സർക്കാരിന് പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കാനുള്ള അനുമതി ലഭിക്കും. നികുതി മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഫിനാൻസ് ബിൽ പിന്നീട് പാസ്സാക്കും. മണി ബിൽ ആയതിനാൽ ലോക്സഭയുടെ അംഗീകാരം മതിയാകും. ബജറ്റിൽ ഉൾപ്പെടാത്ത ചെലവുകൾ വരുമ്പോൾ സർക്കാർ ഉപധനാഭ്യർത്ഥനകൾ അവതരിപ്പിക്കുകയും ഇവ പാർലമെന്റിന്റെ മറ്റു സമ്മേളനങ്ങളിൽ പാസ്സാക്കുകയും ചെയ്യാറുണ്ട്. ഈ സമഗ്ര പ്രക്രിയയിലൂടെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ദിശ നിർണ്ണയിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.